ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വയനാട്ടിലെ മേപ്പാടി ഗ്രാമത്തിലുള്ള തൊള്ളായിരക്കണ്ടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയില്ല. ഇത് ഏതോ ഒരു ശശിയേട്ടൻ്റെ ചായക്കടയാണ്. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാഞ്ഞതുകൊണ്ട് അത്യാവശ്യം സ്നാക്സും ഒക്കെ വാങ്ങി കടയിൽ നിന്ന്. ചൂട് ഗ്രീൻ ടീയും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കഴിച്ചു. ഇനി ഇവിടെ നിന്ന് യാത്ര ജീപ്പിലാണ്. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടുകാർ തന്നെ ഏർപ്പെടുത്തിയ ജീപ്പിലാണ് ഞങ്ങളുടെ യാത്ര. ഇത് സീനോ വില്ലേജ് എന്ന റിസോർട്ടാണ്. ഇവിടേക്ക് എത്തിയ വഴിയും കൂടി നമുക്ക് കാണാം. അടിപൊളി ട്രിപ്പായിരുന്നു. വനമാണെന്നും ഓഫ് റോഡ് ട്രിപ്പാണെന്നും മോൻ പറഞ്ഞെങ്കിലും ഇത്രയ്ക്കങ്ങോട്ട് കരുതിയില്ല. യാത്ര ഇത്ര ഗംഭീരമാകുമെന്ന്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പഞ്ചായത്തിൻ്റെ സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് ഓടുന്ന ജീപ്പുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. 6-7 പേർക്കൊക്കെ കയറാവുന്ന ജീപ്പാണ്. ജീപ്പ് പോകുന്ന വഴിയും ജീപ്പ് എങ്ങനെയാണ് പോകുന്നതെന്നും കാണുന്നുണ്ടല്ലോ. ചാടിച്ചാടിയാണ് ജീപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കും അതുപോലെ ചാട്ടമൊക്കെ ഉണ്ട്. ഞങ്ങൾ ജീപ്പ് കയറിയിട്ട് ഫോണിൽ വീഡിയോ ഒന്ന് പിടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ശ്രദ്ധിച്ചിരുന്നില്ലേ നമ്മളും കൂടി തെറിച്ച് വെളിയിൽ പോകുമെന്ന് തോന്നി. ജീപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറ്റിയില്ല. പുറകിലാണ് സീറ്റ് കിട്ടിയത്. ഈ സ്ഥലങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. വീണ്ടും തുറന്നിട്ട് അധികമായിരുന്നില്ല. മെയിൻ റോഡിൽ നിന്നങ്ങനെ 6-7 കിലോമീറ്റർ കൂടുതൽ ഞങ്ങൾ ഓഫ് റോഡിൽ തന്നെ സഞ്ചരിച്ചാണ് ഇത്രയും മനോഹരമായ സീനോ വില്ലേജ് എന്ന റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മഞ്ഞാണോ പൊഴിയുന്നേ, മഴയാണോ? മഞ്ഞല്ലേ. ഇച്ചിരി കഷ്ടപ്പാട് സഹിച്ചുള്ള വരവാണെങ്കിലും സൂപ്പർ. അത് ശരി, മഴ പെയ്യും. സീനോ വില്ലേജ്. നല്ല സുഖകരമായൊരു ക്ലൈമറ്റാണ്. നല്ല കോടമഞ്ഞുമൊക്കെ ഉള്ള സമയം. ഞങ്ങൾ വന്ന് ബാഗേജൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഇവരുടെ കൂടെ ട്രെക്കിങ്ങിനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ സീനോ വില്ലേജിൽ എത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെല്ലാമായിട്ടാണ് ട്രെക്കിങ്ങിന് പോകുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും പ്രായത്തിലുള്ളവരെ ആരെയും കണ്ടില്ല. സത്യത്തിൽ മക്കൾ കൂടെ ഇല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിലും ഇതുപോലൊരു ട്രിപ്പ് ഞങ്ങൾ തന്നെ വരികയില്ല. ഇവിടുത്തെ വളരെ ആകർഷകമായ ഒരു കാട്ടരുവി കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ചേട്ടാ അതിനോട് ചോദിക്കണേ. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടിൻ്റെ താഴേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ ആംബിയൻസാണ്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവരാം. സമുദ്രനിരപ്പിൽ നിന്നും 4612 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിതൊക്കെ. മേപ്പാടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക്. ഭംഗിയുള്ള അരണമല നിരകൾ കാണാം. അതുപോലെ അരണമല നിരകളിൽപ്പെടുന്ന വെള്ളരിമല കാണാം. എവിടെ കേവുള്ളേ? അവിടെ ലാസ്റ്റിലൊരു കേവ് ഉണ്ട്. ആ കേവ് കണ്ടിട്ട് ഇങ്ങനെ കയറിയിട്ട് പിന്നെ മേലെ കയറി. കുറച്ച് റിസ്ക്കാണ്. അങ്ങനെ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ കയറിയിട്ട് അവിടെ റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ട്
തൊള്ളായിരംകണ്ടിയിലെ മനം മയക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ അരുവികളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഇവിടുത്തെ മലനിര കാഴ്ചകളും. ഈ ഗുഹയിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പിങ്സ് എങ്ങനെയൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടു പോയി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വളരെ മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു കേവ് തന്നെയാണിത്. അരുവികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല വഴുക്കലുണ്ട്. കേവ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കേവ് തന്നെയായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ വന്നതൊക്കെ എല്ലാം ഞങ്ങളുടെ മക്കളാവാൻ പ്രായമുള്ള കുട്ടികൾ തന്നെയായിരുന്നു. അവരുടെ ഒപ്പം ഞങ്ങൾ ഏറ്റവും മുന്നിലായിട്ട് തന്നെ, ഒപ്പമെന്നല്ല ഏറ്റവും മുന്നിലായിട്ട് തന്നെ ഞാനും ചേട്ടനും തന്നെയായിരുന്നു. പാറയിലൊക്കെ അള്ളി പിടിച്ച് കയറി പോവുകയാണ്. അങ്ങനെ ഗുഹയൊക്കെ കണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. ഇരുവശങ്ങളിലും നല്ല വനമാണ്. അല്പം റിസ്ക്കുള്ള വഴി തന്നെയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കയറണം. മുകളിലേക്ക് കയറുമ്പോൾ കൂടുതൽ നമുക്ക് ദൂരെയുള്ള അരണമലയുടെയൊക്കെ ഭാഗങ്ങൾ കാണാം. അങ്ങ് ദൂരെ കാണുന്നത് അരണമല നിരകളാണ്. വെള്ളരിമലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. വൈകുന്നേരത്തെ സമയമായതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല. അതുപോലെ വനത്തിലൊക്കെ കാണുന്ന അട്ടകൾ ധാരാളമുള്ള സ്ഥലമാണ്. കൂടുതൽ വെള്ളമൊക്കെയുള്ള സമയത്ത് വരുമ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലം കൂടിയാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുള്ള സ്ഥലമാണ്. റിസ്ക്കിയാണ്. 20-ൽ കൂടുതൽ റിസോർട്ടുകൾ ഈ തൊള്ളായിരംകണ്ടി ഭാഗത്തുണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. ആനയൊക്കെയുള്ള സ്ഥലമാണ്. ഈ റിസോർട്ട് ഭാഗത്തേക്കൊന്നും ആന ഇറങ്ങി വരില്ലെന്നാണ് പറഞ്ഞത്. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോയത്. ഈ ഭാഗത്ത് പലയിടത്തും സുരക്ഷിതമല്ലാത്ത സ്റ്റേയും ഉണ്ട് എന്നാണ് അറിവ്. ടെൻ്റൊക്കെ കെട്ടിയുള്ള സ്റ്റേ ഒക്കെ ഉണ്ട്. അതത്ര സിംഗിളായിട്ട് വരുന്നവരെ സംബന്ധിച്ച് പ്രശ്നമില്ലായിരിക്കും. അല്ലാതെ വരുന്നവർ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് സുരക്ഷിതമല്ല. ഫാനും AC-യും ഒന്നും വേണ്ടാത്ത ഈ വനത്തിലെ ഒരു രാത്രി സ്റ്റേ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ നല്ല സൂപ്പറായിരുന്നു. പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് ധാരാളം പേരുണ്ടായിരുന്നു. വയനാട്ടിലെ ഏറ്റവും നിബിഡമായ വനത്തിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട്. തൊള്ളായിരംകണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഭാഗമാണിത്. പിറ്റേന്നത്തെ പ്രഭാതമാണ്. നല്ല സൂപ്പർ തണുപ്പാണിവിടെ. സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ തണുപ്പിൽ കുളിച്ച് കഴിഞ്ഞാൽ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് ആ സാഹസത്തിന് പോയില്ല. രാവിലെ ഒരു കാലിച്ചായൊക്കെ കുടിച്ച് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ നടക്കാൻ നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് നടന്നു പോകാം. പക്ഷേ ഞങ്ങൾ ഏതായാലും ജീപ്പിലാണ് പോകുന്നത്. നല്ല വലിയ കയറ്റമാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും എല്ലാം വളരെ ആസ്വദിക്കുവാൻ പറ്റുന്ന വളരെ ആകർഷകമായ ഒരു സ്ഥലമാണിത്. ഒരു വശം മുഴുവൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും മറുവശത്ത് സർക്കാർ അധീനതയിലുള്ള വനവുമാണ്. ഇവിടുത്തെ പച്ചപ്പും കുന്നും മലനിരകളും ഭംഗിയുള്ള അരുവികളും എല്ലാം ഈ വയനാടിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഓരോ യാത്രയും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ഈ യാത്ര വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.